ചാലാടി പഴങ്കോളിൽ അനധികൃതമായി തള്ളിയ മാലിന്യ കൂമ്പാരം എടുത്തുമാറ്റാൻ സബ് കളക്ടർ ഉത്തരവിട്ടു. നടപടി ടിസിവി വാർത്തയെ തുടർന്ന്. മാളയിലേക്കുള്ള ട്രഷറി മാറ്റം പൂർണ്ണമായില്ല. പെൻഷൻ വിതരണം അവതാളത്തിലേക്ക്. നന്ദിപുരം മാട്ടുമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. ക്വാറിയിൽ നിന്ന് വീടുകളിലേക്ക് കല്ലുകൾ പതിക്കുന്നത് പതിവായി. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തമാക്കുന്നതിനുവേണ്ടി എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകൾ തമ്മിൽ നിയമ പോരാട്ടം. എരുമപ്പെട്ടി പഞ്ചായത്തിന് സബ് രജിസ്ട്രാർ ഓഫീസ് നഷ്ടമാകുമെന്ന സൂചന. വാർത്തകൾ വിശദമായി. അരിമ്പൂർ ചാലാടി പഴങ്കോളിൽ അനധികൃതമായി തള്ളിയ രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യ കൂമ്പാരം എടുത്തുമാറ്റാൻ സബ് കളക്ടർ ഉത്തരവിട്ടു. ടിസിവി വാർത്തയെ തുടർന്നാണ് നടപടി. മാസങ്ങളായി ചാലടി പഴംകോളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യങ്ങൾ ടൺ കണക്കിനാണ് തള്ളിയത്. ഇത് സംബന്ധിച്ച് ടിസിവി റിപ്പോർട്ട് ചെയ്തിരുന്നു. ടിസിവി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 10-ന് ബിജെപി അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടർ, ആർഡിഒ എന്നിവർക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് പരക്കാട് വില്ലേജ് ഓഫീസറോടും കൃഷി ഓഫീസറോടും റിപ്പോർട്ട് നൽകാൻ ആർഡിഒ ഉത്തരവിട്ടു. മാർച്ച് 13-ന് കൃഷി ഓഫീസറും 31-ന് വില്ലേജ് ഓഫീസറും ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകി. കോൾപ്പാടത്ത് തള്ളിയ മാലിന്യങ്ങൾ കൃഷിയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 4-ന് കോൾപ്പാടത്ത് തള്ളിയ മാലിന്യങ്ങൾ എടുത്തുമാറ്റാൻ അതാത് വ്യക്തികൾക്ക് നിർദ്ദേശം നൽകിയുള്ള ഉത്തരവ് സബ് കളക്ടർ നൽകിയിരുന്നു. ഉത്തരവ് ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പരക്കാട് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകി. എന്നാൽ മെയ് 18-ന് കത്ത് ലഭിച്ചിട്ടും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. ടിസിവി അന്തിക്കാട്. മാളയിലേക്കുള്ള ട്രഷറി മാറ്റം പൂർണ്ണമാകാത്തതിൽ പെൻഷൻ വിതരണം അവതാളത്തിലേക്ക് നീങ്ങുന്നു. ഈ വർഷം ആദ്യം വിരമിച്ച 150ഓളം പേരുടെ പെൻഷനാണ് അവിടെയും ഇവിടെയുമില്ലാതെ കുരുങ്ങിയിരിക്കുന്നത്. അന്നമനടയിൽ പ്രവർത്തിച്ചിരുന്ന സബ് ട്രഷറി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മാളയിലേക്ക് മാറ്റിയെങ്കിലും രേഖകൾ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. 15 കോടിയോളം രൂപയുടെ മുദ്രപത്രം അന്നമനടയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 150ഓളം പേരുടെ പെൻഷൻ ബുക്കുകളും ചിലരുടെ സർവീസ് ബുക്കും അന്നമനടയിലാണ്. എന്നാൽ ഇത്തരം രേഖകൾ ചിതലെടുത്തും എലിശല്യത്തിലും നശിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പരാതിയുള്ളത്. അന്നമനടയിലെ ട്രഷറി മാറ്റിയതിലുള്ള പ്രതിഷേധമായി ആക്ഷൻ കൌൺസിൽ കാവൽ സമരം നടത്തുന്നതിനാൽ രേഖകൾ മാറ്റാൻ സാധിച്ചിട്ടില്ല. ട്രഷറി മാറ്റാൻ കോടതി ഉത്തരവുണ്ടായിട്ടും അധികൃതരുടെ അനാസ്ഥ കാരണമാണ് രേഖകൾ മാറ്റാൻ കഴിയാത്തതെന്ന് പെൻഷൻകാർ ആരോപിക്കുന്നു. 2009 നവംബർ 13-ന് തട്ടകത്ത് ജോസഫ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് അന്നമനടയിലെ ട്രഷറി മാളയിലേക്ക് മാറ്റാൻ ഉത്തരവുണ്ടായത്. കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിന്റെ പേരിൽ 4 പേർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയെ തുടർന്നാണ് ട്രഷറി ഡയറക്ടർ മാളയിലേക്ക് ട്രഷറി മാറ്റുന്നതിന് ഉത്തരവിറക്കിയത്. ഇക്കാര്യം അറിയിച്ചാണ് ട്രഷറി ഡയറക്ടർ കോടതിയലക്ഷ്യ നടപടികളിൽ നിന്ന് തന്ത്രപരമായി ഒഴിവായത്. ഇദ്ദേഹം വിരമിക്കാൻ ഏതാനും ദിവസം മുൻപാണ് തിടുക്കത്തിൽ ട്രഷറി മാറ്റം നടപ്പാക്കിയത്. പുതിയ ട്രഷറി ഡയറക്ടർ നിയമിതനാകുന്നതുവരെ ഈ അവസ്ഥ തുടരാനാണ് സാധ്യത. പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മാള, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിലെ പെൻഷനേഴ്സ് യൂണിയനുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. രേഖകൾ മാറ്റുന്നതിൽ ബന്ധപ്പെട്ട അധികൃതർ വീഴ്ച വരുത്തുകയാണെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ സദാനന്ദൻ പറഞ്ഞു. മാളയിലുള്ള ട്രഷറിയിൽ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ജനുവരി മുതൽ മെയ് 31 വരെയുള്ള റിട്ടയർ ചെയ്ത 58ഓളം സ്കൂൾ ടീച്ചർമാരുടെയും 100ഓളം മറ്റ് ജീവനക്കാരുടെയും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ പറ്റിയിട്ടില്ല. അന്നമനട ട്രഷറിയിലുണ്ടായിരുന്ന രേഖകൾ ഇങ്ങോട്ട് പോരാത്തതിന്റെ പേരിൽ ഇനി കോടതിയലക്ഷ്യ നടപടികൾ വീണ്ടും പുനരെടുക്കാനായിട്ട് കൊടുക്കേണ്ടി വരും. അതേസമയം കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനാൽ പെൻഷൻ ലഭിക്കാത്തവർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ടിസിവി ന്യൂസ്, മാള. നന്ദിപുരം മാട്ടുമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. ക്വാറിയിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ 4 വീടുകൾക്ക് മുകളിലേക്കാണ് കരിങ്കല്ലുകൾ വന്നു വീണത്. വ്യാഴാഴ്ച രാവിലെ മേനാച്ചേരി ആന്റുവിന്റെ ഓടിട്ട വീടിന് മുകളിൽ കരിങ്കല്ല് വന്ന് വീഴുകയായിരുന്നു. വീടിനകത്ത് ഇരിക്കുകയായിരുന്ന ആന്റുവിന്റെ ഭാര്യ മാതാവ് 92-കാരിയായ ഏലിയയുടെ സമീപത്താണ് കല്ല് വന്ന് പതിച്ചത്. വലിയ കല്ലാണ് വീടിനകത്തേക്ക് വന്ന് വീണതെങ്കിലും തലനാരിഴയ്ക്കാണ് ഏലിയ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കരളുപീടിക പൌലൂസിനെയും മോരാനവട്ടം സുനിലിന്റെയും വീടുകൾക്ക് മുകളിൽ കല്ല് തെറിച്ചു വീണ് ഓടുകൾ തകർന്നിരുന്നു. പട്ടികജാതി കോളനി ഉൾപ്പെടെ 30ഓളം കുടുംബങ്ങളാണ് പാറമടയ്ക്ക് 50 മീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ താമസിക്കുന്നത്. നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് മൂലമാണ് വീടുകൾക്ക് മുകളിലേക്ക് കല്ലുകൾ വന്ന് പതിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പാറ പൊട്ടിച്ചതിന് ശേഷം വരുന്ന കല്ലുകൾ കുന്നിൻ പ്രദേശങ്ങളിൽ കൂട്ടിയിട്ടത് മൂലം ഇവ വീടുകളിലേക്കും പറമ്പുകളിലേക്കും എത്തുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു.
എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തമാക്കുന്നതിനു വേണ്ടി എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകൾ തമ്മിൽ നിയമ പോരാട്ടം ആരംഭിച്ചു. സ്ഥലം നൽകുന്നതിൽ പറ്റിയ വീഴ്ച മൂലം എരുമപ്പെട്ടി പഞ്ചായത്തിന് സബ് രജിസ്ട്രാർ ഓഫീസ് നഷ്ടമാകാൻ ഇടയാക്കുമെന്ന സൂചന. 1946 ഒക്ടോബർ 15-നാണ് എരുമപ്പെട്ടിയിൽ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ അന്നു മുതൽ തന്നെ വാടക കെട്ടിടത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. ആദ്യകാലങ്ങളിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപവും പിന്നീട് വർഷങ്ങളായി എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള കെട്ടിടങ്ങളിലുമായി പ്രവർത്തിക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസ് 1994-ലാണ് നിലവിലെ വാടക കെട്ടിടത്തിലേക്ക് മാറിയത്. അന്നു മുതൽ സ്വന്തമായി കെട്ടിടം വേണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ടെങ്കിലും ഇതിനുവേണ്ട സൌകര്യമൊരുക്കുന്നതിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് വീഴ്ച പറ്റുകയായിരുന്നു. ഈ അവസരത്തിലാണ് 2012-ൽ കടങ്ങോട് പഞ്ചായത്തിലെ പാഴിയോട്ടുമുറിയിൽ രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്വകാര്യ വ്യക്തി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയത്. ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചു നൽകാൻ കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് എരുമപ്പെട്ടി കിഴക്കേങ്ങാടിയിലെ പുറമ്പോക്ക് സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചത്. എന്നാൽ ഈ സ്ഥലം വെള്ളച്ചാൽ ഇനത്തിൽപ്പെട്ട പുറമ്പോക്കാണെന്നും ഇവിടുത്തെ സ്ഥലം കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്നും കാണിച്ച് 2010-ൽ തലപ്പള്ളി തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ പ്രതികൂല സാഹചര്യം കണക്കിലെടുക്കാതെയാണ് ഇവിടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രജിസ്ട്രാർ വില്ലേജ് ഓഫീസുകൾക്കായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ പകർപ്പുകൾ വിവരാവകാശ നിയമപ്രകാരം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ ഇത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് നൽകിയ നോട്ടീസിന് മേൽപ്പറഞ്ഞ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതിയില്ലെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഈ സ്ഥലത്തിന് ആധാരവും മറ്റ് കൈവശരേഖകളും ഇല്ലാത്തതിനാൽ രജിസ്ട്രേഷൻ വകുപ്പിന് കൈമാറാനോ സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ സാധിക്കില്ലെന്നാണ് കോടതിയുടെ പ്രാഥമിക നിരീക്ഷണം. എന്നാൽ ഇത് മറച്ചുവെച്ച് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കാണിച്ച് സ്ഥലത്ത് ബോർഡ് സ്ഥാപിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോവുകയാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫീസിന് കെട്ടിടം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്ന നിസ്സംഗ മനോഭാവം 7 പതിറ്റാണ്ടോളമായി എരുമപ്പെട്ടിയിൽ പ്രവർത്തിച്ചുവരുന്ന ഈ സർക്കാർ സ്ഥാപനം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. TCV എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ചുവരിൽ പതിച്ച ടൈലുകൾ അടർന്നു വീഴുന്നു. ടൈൽ ദേഹത്ത് വീണ് രോഗികൾക്കും ബന്ധുക്കൾക്കും പരിക്കേറ്റു. താലൂക്ക് ആശുപത്രിയിലെ ശതാബ്ദി സ്മാരക വാർഡിലെ TN കുമാരൻ ബ്ലോക്കിലാണ് സംഭവം. അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കുന്നതിന്റെ ഭാഗമായി ചുവരിൽ പതിച്ച ടൈലുകളാണ് രോഗികൾക്ക് ഭീഷണിയായി മാറിയിട്ടുള്ളത്. ടൈലുകൾ ഒന്നൊന്നായി അടർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ്. ടൈലുകൾ വീണ് പല രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇതിനകം പരിക്കേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞെത്തിയ BJP പ്രവർത്തകർ അടർന്നു വീഴാറായ ടൈലുകൾ നീക്കം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് TB സജീവൻ, നഗരസഭാ കൌൺസിലർ T സുന്ദരേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര ചെട്ടിത്തെരുവിന് സമീപത്തുള്ള തോട്ടിൽ മാലിന്യം കുന്നുകൂടുന്നു. തോടിന് കുറുകെയുള്ള പാലത്തിന് ഇരുവശത്തുമാണ് മാലിന്യം വലിച്ചെറിയുന്നത്. ചേലക്കര 22-ാം വാർഡിൽ തോടിനോട് ചേർന്നാണ് അംഗൻവാടിയും സ്വകാര്യ സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. മാലിന്യ കൂമ്പാരത്തിനടുത്ത് വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകുന്നതിനാൽ അംഗൻവാടിയിലെ കുരുന്നുകളും സമീപവാസികളും ദുരിതത്തിലാണ്. അംഗൻവാടിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കുട്ടികളെ വരവേൽക്കുന്നത് ദുർഗന്ധവും കൊതുകുകടിയുമായിരിക്കും. കാലവർഷം ശക്തമാവാത്തതുമൂലം തോട്ടിൽ നീരൊഴുക്ക് കുറവാണ്. ഇതുമൂലം ആളുകൾ വലിച്ചെറിയുന്ന മാലിന്യം അഴുകി പരിസരത്ത് ദുർഗന്ധമാണ്. പക്ഷിമൃഗാദികൾ ഈ മാലിന്യം പരിസരത്ത് കൊണ്ടുചെന്നിടുന്നതും പതിവാണ്. മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പരിസരവാസികൾ പറയുന്നു. TCV ന്യൂസ് ചെറുതുരുത്തി. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ +2 അഡ്മിഷന് വൻതോതിൽ തലവരിപ്പണം വാങ്ങുന്നതായി ആരോപണം. മാനേജ്മെന്റ് ക്വാട്ടയിലെ 90ഓളം സീറ്റുകൾക്കാണ് 40,000 മുതൽ 60,000 രൂപ വരെ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ +1 അപേക്ഷകരാണ് തുക നൽകുന്നത്. ആകെയുള്ള 300ഓളം സീറ്റിൽ 30% മാനേജ്മെന്റ് ക്വാട്ടയാണ്. ഇതിനുള്ള അപേക്ഷാ ഫോമുകൾ മാനേജറുടെ വീട്ടിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. അതിനാൽ നൽകുന്ന തുകയും രഹസ്യമായിരിക്കും. മാനേജ്മെന്റ് ക്വാട്ടയ്ക്ക് സർക്കാർ നിർവചനം നൽകാത്തതും തലവരിപ്പണം വലിയ തോതിൽ വാങ്ങുന്നതിന് കാരണമാകുന്നുണ്ട്. മാനേജറുടെ ഫോമുമായി വരുന്നവരെ ചേർക്കുക മാത്രമാണ് സ്കൂൾ അധികൃതരുടെ ജോലി. ഇത്തരം അഡ്മിഷനുമായി ബന്ധപ്പെടാറില്ല എന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ നിലപാട്. ഇതിനെക്കുറിച്ച് ഫോണിലൂടെ ബന്ധപ്പെട്ടപ്പോൾ സീറ്റിന് പണം വാങ്ങുന്നത് മോശമാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെടാനില്ല എന്നുമാണ് പ്രധാന അധ്യാപിക പറഞ്ഞത്. ഇടവേള.
വാർത്തകളിലേക്ക്. കുന്നംകുളം CCTV 10ാമത് വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ശനിയാഴ്ച നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. കുന്നംകുളം ബഥനി സെന്റ് ജോൺസ് സ്കൂളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങ് നഗരവികസന വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്യും. ബാബു എം പാലിശ്ശേരി MLA അധ്യക്ഷനായിരിക്കും. സാഹിത്യകാരനും വിവർത്തകനുമായ രാജൻ തുവാര ചടങ്ങിൽ മുഖ്യാതിഥിയാകും. CCTVയുടെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല ഉപയോഗപ്പെടുത്തി കുന്നംകുളം ജനമൈത്രി പോലീസ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനോദ്ഘാടനം ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. മേഖലയിൽ ഈ വർഷം 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളെ CN ജയദേവൻ MP അനുമോദിക്കും. മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ബാബു നാസർ, K. എഡ്വിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അശാസ്ത്രീയമായ പാർക്കിംഗ് പരിഷ്കാരത്തിന് വേണ്ടി മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്തും വ്യാപാരികളും പോലീസും ചേർന്ന് പീഡിപ്പിക്കുന്നതായി ആരോപണം. നിലവിലുള്ള പാർക്കിംഗ് രീതി മാറ്റുന്നത് അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് BMSന്റെ കീഴിലുള്ള ഓട്ടോ തൊഴിലാളികൾ പരാതിപ്പെടുന്നു. പഞ്ചായത്ത് നിർദ്ദേശിച്ച പാർക്കിംഗ് പരിഷ്കാരം ഒരു ദിവസം മാത്രം നടപ്പാക്കിയപ്പോൾ ഉണ്ടായ ഗതാഗതക്കുരുക്ക് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രതിഷേധം സംബന്ധിച്ച വാർത്തയെ തുടർന്നാണ് പിറ്റേന്നു മുതൽ പഴയ രീതിയിൽ പാർക്കിംഗ് തുടർന്നത്. പിന്നീട് പഞ്ചായത്തും വ്യാപാരികളും ചേർന്ന് ഓട്ടോറിക്ഷ പാർക്കിംഗ് രീതി മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് BMS മാള മേഖല ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചും പരിസരം വൃത്തിയാക്കിയും തോളൂർ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റ് അംഗങ്ങൾ മാതൃകയാകുന്നു. തോളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങ് പുഴയ്ക്കൽ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി ജോസ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജോബ് A. സതീശൻ, KG പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി 3ാം വർഷമാണ് പരിസര ശുചീകരണത്തിന് തോളൂർ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യാപാരികൾ പിന്തുണ നൽകുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PP ജോണി, സെക്രട്ടറി ആന്റോ, യൂത്ത് വിംഗ് പ്രസിഡന്റ് CT ഡേവിസ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആശുപത്രി പരിസരം, പറപ്പൂർ സെന്റർ, മാർക്കറ്റ്, സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് വ്യാപാരികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മറ്റത്തൂർ പഞ്ചായത്തിൽ ഈയിടെ നിർമ്മാണം പൂർത്തിയാക്കിയ അമ്പനോളി നായാട്ടുകുണ്ട് റോഡിൽ സൂചനാ ബോർഡുകളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന പരാതി. നായാട്ടുകുണ്ട് വെള്ളിക്കുളങ്ങര റോഡ് കുഴികൾ നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ ഈ പ്രദേശത്തുകാർ അമ്പനോളി നായാട്ടുകുണ്ട് റോഡിനെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത്. റോഡിന്റെ പണി പൂർത്തിയായെങ്കിലും ഔപചാരികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടില്ല. റോഡിന്റെ പല ഭാഗത്തും അപകടകരമായ വളവുകളും വശങ്ങളിൽ ഏറെ താഴ്ചയുമുള്ളതിനാൽ അപകട സൂചന നൽകുന്ന ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. താഴ്ച കൂടുതലുള്ള ഭാഗങ്ങളിൽ കൈവരിയോ കോൺക്രീറ്റ് കാലുകളോ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഗ്രാമസഡക് യോജന പദ്ധതി പ്രകാരമാണ് അമ്പനോളി നായാട്ടുകുണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ് നിർമ്മാണത്തിൽ ഏറെ അപാകതകളുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള കളിസ്ഥലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഗീതാഗോപി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വകയിരുത്തിയാണ് ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നുള്ള 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കളിസ്ഥലം ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളും കാസർകോട് നിന്നുള്ള അത്ലറ്റിക് സംഘവും വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിക്കുമെന്ന് MLA അറിയിച്ചു. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പുതുക്കി നിർമ്മിച്ച മാരാങ്കോട് കുറ്റിച്ചിറ പാലത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് നിർവഹിക്കുമെന്ന് BD ദേവസി MLA അറിയിച്ചു. ഇന്നസെന്റ് MP മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT വർഗീസ് എന്നിവർ പങ്കെടുക്കും. 1,25,00,000 രൂപ ചിലവിലാണ് പാലം നിർമ്മിച്ചത്. 2013 കാലവർഷക്കെടുതിയിലാണ് പഴയ പാലം തകർന്നത്. പാലം പണി നടക്കുമ്പോൾ ബദൽ ഗതാഗതത്തിനായി 30 ലക്ഷം രൂപ ചിലവിൽ കനാൽ ബണ്ട് റോഡും നിർമ്മിച്ചിരുന്നതായി MLA അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി, വൈസ് പ്രസിഡന്റ് രമ ബാഹുലയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കരുവാപ്പടി പൂക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ വാഴ നട്ടു. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കുണ്ടും കുഴിയുമായ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഇതിനെതിരെ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് താറുമാറായി കിടക്കുന്നത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാതെ യാത്രക്കാർ വലയുന്നു. നിരവധി ബസ്സുകളും നൂറുകണക്കിന് യാത്രക്കാരും വരുന്ന ബസ് സ്റ്റാൻഡ് മാസങ്ങൾക്ക് മുമ്പ് 70 ലക്ഷത്തോളം ചിലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ യാത്രക്കാർക്ക് ഗുണകരമായ രീതിയിൽ ഒരു വികസനവും നടപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം. സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഒരു ഷെൽട്ടർ പോലും നിർമ്മിക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇതുമൂലം സ്ത്രീകളും വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുകയാണ്. മഴക്കാലമായതോടെ ദുരിതം ഇരട്ടിയായി വർദ്ധിച്ചു. ബസ് കാത്ത് സ്റ്റാൻഡിന്റെ നടുവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്കുള്ളത്. നിർമ്മാണത്തിലെ ധൂർത്തും അഴിമതിയും സംബന്ധിച്ച് നേരത്തെ ഭരണസമിതിക്കെതിരെ ആരോപണമുയർന്നിരുന്നു. ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങര കൊടകര പൊതുമരാമത്ത് റോഡിലുള്ള കോടാലി ചേലക്കാട്ടുകര പാലത്തിൽ പൂച്ചെടികൾ വെച്ചത് കൌതുകമായി. പാലത്തിന്റെ ഇരുവശത്തുമുള്ള കൈവരികളിലെ ചെറിയ തൂണുകളിലാണ് 42ഓളം ചെടിച്ചട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. കറുപ്പും വെളുപ്പും ചായം തേച്ച മൺചട്ടികളാണ് ഒന്നിടവിട്ട് വെച്ചിട്ടുള്ളത്. മുഴുവൻ ചട്ടികളിലും റോസ്, മൊസാന്ത തുടങ്ങി വെള്ള, മഞ്ഞ നിറങ്ങളിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികളാണ് ഉള്ളത്. സിപിഎം നേതാവായിരുന്ന ഷിഹാബുദ്ദീൻ കുടുംബസഹായ ഫണ്ട് ശനിയാഴ്ച കൈമാറുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിര നിക്ഷേപ രസീതുകൾ ഷിഹാബുദ്ദീന്റെ കുടുംബത്തിന് നൽകും. ശനിയാഴ്ച വൈകിട്ട് 4-ന് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സിപിഎം സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറി ടി വി ഹരിദാസൻ, ഗീതാ ഭരതൻ, AR സുഗുണൻ, KS ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. ചൈനയിൽ നടന്ന ഏഷ്യൻ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കാൻ ഇരിങ്ങാലക്കുട സ്വദേശിനി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ വിദ്യാർത്ഥിനി എം ശ്രുതിയാണ് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നത്. ചായപ്പൻകുഴി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9-ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കുമെന്ന് BD ദേവസി MLA അറിയിച്ചു. ഇന്നസെന്റ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT വർഗീസ്, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. BD ദേവസി MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇടവേള. വാർത്തകളിലേക്ക്. അളഗപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് AITUCയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതിന് പച്ചക്കറിക്ക് ഒരു അടുക്കളത്തോട്ടം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൈകൾ വിതരണം ചെയ്തത്. ആമ്പല്ലൂരിൽ നടന്ന ചടങ്ങ് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായിരുന്നു. PK ശേഖരൻ, KR നളിനി, KC മാധവൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് സംഘടിപ്പിക്കുന്ന റോഡ് ഷോയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയും മദ്യവിപത്തിനെതിരെയുള്ള സ്കിറ്റുമാണ് ഷോയിൽ അവതരിപ്പിച്ചത്. പ്രമുഖ തിയേറ്റർ പ്രവർത്തകനായ കാവാലം നാരായണ പണിക്കരുടെ ട്രൂപ്പിലെ കലാകാരന്മാരാണ് സ്കിറ്റ് തയ്യാറാക്കുന്നത്. ചാലക്കുടി മുരിങ്ങൂരിലെ മദ്യനിർമ്മാണ കമ്പനിയായ പോൾസൺ ഡിസ്റ്റിലറി ലേ ഓഫ് ചെയ്തു. 100 സ്ഥിരം തൊഴിലാളികളും 50ഓളം താൽക്കാലിക തൊഴിലാളികളുമുള്ള പെരിഞ്ചേരി ഗ്രൂപ്പിന്റെ കമ്പനിയാണ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ ലേ ഓഫ് ചെയ്തത്. സ്റ്റോക്ക് ചെയ്യാനുള്ള പരിധിയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയെന്ന കാരണമാണ് മാനേജ്മെന്റ് ഇതിന് കാരണമായി പറയുന്നത്. സ്റ്റോക്ക് ഒഴിയുന്ന മുറയ്ക്ക് കമ്പനി ഘട്ടം ഘട്ടമായി തുറക്കുമെന്നും അവർ അറിയിച്ചു. എന്നാൽ നിയമപ്രകാരമുള്ള ലേ ഓഫ് അല്ല കമ്പനിയിൽ നടന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. പകുതി വേതനം നൽകുകയും കാരണം മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യണമെന്നാണ് വ്യവസ്ഥയെന്ന് BMS മേഖലാ സെക്രട്ടറി MS സുനിൽ പറഞ്ഞു. എന്നാൽ ഇതിന് തയ്യാറാകാതിരുന്ന മാനേജ്മെന്റിന്റെ നടപടി സംശയമുളവാക്കുന്നതാണെന്നും സുനിൽ ചൂണ്ടിക്കാട്ടി. എത്രയും വേഗം കമ്പനി തുറന്നില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് BMS മുന്നറിയിപ്പ് നൽകി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM കോളേജിൽ TC വാങ്ങാനെത്തിയ യുവാവിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. യുവമോർച്ച പ്രവർത്തകനായ മേത്തല VP തുരുത്ത്
തച്ചേരി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയിൽ എരുമപ്പെട്ടി നെല്ലുവായിൽ മരക്കൊമ്പ് പൊട്ടിവീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മേക്കണ്ടാണത്ത് ജസീലയുടെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് ഭാഗികമായി തകർന്നത്. തൊട്ടടുത്ത വീട്ടുപറമ്പിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കൊമ്പാണ് പൊട്ടിവീണത്. ഓടുകൾക്കും ഷീറ്റിനും നാശം സംഭവിച്ചു. ആറങ്ങോട്ടുകര മേലെ തലശ്ശേരിയിൽ കണ്ടെത്തിയ പഞ്ചാബ് സ്വദേശിനിയായ അഷർ ദീപ് എന്ന സ്ത്രീയെ നാട്ടുകാർ ചെറുതുരുത്തി പോലീസിൽ ഏൽപ്പിച്ചു. ഒരു വീടിന് മുന്നിൽ നിന്ന് ഉറക്കെ കരയുകയായിരുന്ന ഇവരെ നാട്ടുകാർ ഉടനെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വീട്ടുകാരുടെ ഉപദ്രവം സഹിക്കാതെ ആയപ്പോഴാണ് നാടുവിട്ടതെന്നും തൃശൂരിലെ ഒരു പള്ളിയിലാണ് താൻ ഇതുവരെ താമസിച്ചിരുന്നതെന്നും അഷർ ദീപ് പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് ഗ്രൌണ്ട് അധികൃതർ അടച്ചു. ആശുപത്രിയിൽ എത്തുന്നവരുടെ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും നിർത്തിയിട്ടിരുന്ന ഒഴിഞ്ഞ സ്ഥലമാണ് ആശുപത്രി അധികൃതർ അടച്ചുകെട്ടിയത്. ഇതേ തുടർന്ന് ആശുപത്രി റോഡിൽ വാഹനങ്ങൾ നിറയുകയും ഇതുവഴിയുള്ള ഗതാഗതം ബുദ്ധിമുട്ടാവുകയും ചെയ്തു. രോഗികളുമായി എത്തുന്ന ആംബുലൻസ് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയെ തുടർന്ന് ബിജെപി പ്രവർത്തകർ സ്ഥലത്തെത്തി. അധികൃതർ കെട്ടിയ വേലി പൊളിച്ചു നീക്കി. നാടാകെ മഴക്കാല പൂർവ്വ ശുചീകരണവും കാനകൾ വൃത്തിയാക്കലും നടക്കുമ്പോൾ കൊടകര വെള്ളിക്കുളങ്ങര റോഡിന് ഇരുവശത്തുമുള്ള കാനകൾ മണ്ണ് വീണ് നികന്നും പുല്ലുമൂടിയും കിടക്കുന്നു. മഴ പെയ്യുമ്പോൾ വശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കാനകളിൽ കെട്ടിക്കിടക്കാനും റോഡിലേക്ക് ഒഴുകാനും ഇത് കാരണമാകുന്നുണ്ട്. മറ്റത്തൂർ കുന്ന് മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള 10 കിലോമീറ്ററോളം റോഡിന്റെ ഇരുവശത്തും കാനകൾ വൃത്തിയാക്കാത്തതിനാൽ പുല്ലും പാഴ്ചെടികളുമാണ് മൂടിക്കിടക്കുന്നത്. കാനകൾ വൃത്തിയാക്കേണ്ട പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കഴിഞ്ഞ 4 വർഷത്തിൽ ഏറെയായി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്തൂപ്പാടം, മൂന്നുമുറി, കോപ്പളിപ്പാടം, കൊടുങ്ങ, വെള്ളിക്കുളങ്ങര പ്രദേശങ്ങളിൽ എല്ലാം റോഡരികിലെ കാനകൾ നികന്നതിനാൽ മഴവെള്ളം റോഡിലേക്ക് കുത്തിയൊഴുകുന്ന അവസ്ഥയാണ്. ടാറിംഗ് ഇളകി റോഡിൽ കുഴികൾ രൂപപ്പെടാനും ഇത് കാരണമാകുന്നുണ്ട്. മഴക്കാലമായാൽ സ്ഥിരം വെള്ളക്കെട്ടുണ്ടാകുന്ന മൂന്നുമുറി ആമത്തോട് പാലത്തിന് സമീപത്തെ കാനകൾ പുല്ലു വളർന്ന് മൂടിപ്പോയ നിലയിലാണ്. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കാനകൾ വാഹനങ്ങൾ കയറ്റുന്നതിനായി ചിലയിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്നുമുണ്ട്. സ്റ്റോപ്പിലേക്ക് ബസ് കയറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട BMS നേതാവുമായി വാക്കേറ്റമുണ്ടായ ബസ് ഡ്രൈവറെ BMS ചുമട്ടുതൊഴിലാളികൾ ബസ്സിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചു. മല്ലാട് ചാവക്കാട് റൂട്ടിലോടുന്ന പുഞ്ചിരി ബസ് ഡ്രൈവർ അണ്ടത്തോട് സ്വദേശി അൻവർ, കണ്ടക്ടർ മുത്തന്മാവ് അരുൺ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. സ്കൂളിന് മുന്നിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട BMS കുന്നംകുളം മേഖലാ സെക്രട്ടറി MS പ്രേമരാജുമായാണ് ബസ് ജീവനക്കാർ തർക്കിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10-ന് കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തായിരുന്നു സംഭവം. സ്കൂളിന് മുന്നിൽ ബസ് നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. സംഘർഷം കണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ്സിൽ നിന്നും ഇറങ്ങിയോടി. റോഡിൽ വീണ കണ്ടക്ടറെ ചുമട്ടുതൊഴിലാളികൾ അവിടെ വെച്ച് മർദ്ദിച്ചു. ഉടുതുണി ഊരിപ്പോയ കണ്ടക്ടറെ യൂണിയൻ ഷെഡിന് സമീപത്തെ റോഡിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് 50 പേരടങ്ങുന്ന സംഘം മർദ്ദിച്ചത്. പിന്നീട് സംഘത്തിൽ നിന്നും കുതറി ഡ്രൈവർ അൻവർ ഓടി രക്ഷപ്പെട്ടു. 2 മണിക്കൂർ സമയത്തിനുശേഷം അടിവസ്ത്രം മാത്രം ധരിച്ചെത്തിയ ഡ്രൈവർക്ക് കണ്ടക്ടറാണ് മുണ്ട് നൽകി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മനുഷ്യ അന്തസ് ഉയർത്തിക്കാട്ടാൻ നട്ടെല്ല് നിവർത്തി ധർമ്മം നിർവഹിച്ച അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് കോവിലനെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കോവിലന്റെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോവിലൻ സ്മരണയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവയിത്രി സുഗതകുമാരി അധ്യക്ഷയായിരുന്നു. സാജു കോട്ടയ്ക്കൽ, AD ആന്റു, പ്രൊഫസർ VA വിജയ തുടങ്ങിയവർ സംസാരിച്ചു. 3 പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന കയ്പമംഗലത്തെ KSEB സെഷൻ ഓഫീസ് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ആലോചന. നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയാണ് ഓഫീസ് മാറ്റാൻ കാരണമായി പറയുന്നത്. പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം ചോർന്നൊലിക്കുന്നതും പൊട്ടിപ്പൊളിഞ്ഞതുമാണ്. അശാസ്ത്രീയമായി ഓഫീസിന് മുന്നിൽ പണിത സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധപൂരിതമാണ് ഇപ്പോൾ ഓഫീസ്. വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട സാമഗ്രികളും ഫയലുകളും സൂക്ഷിക്കാൻ കഴിയാത്ത ഓഫീസിൽ 35-ലധികം വരുന്ന ജീവനക്കാരും ഉദ്യോഗസ്ഥരും നിന്ന് തിരിയാൻ ഇടമില്ലാതെ നട്ടം തിരിയുകയാണ്. ഓഫീസ് കെട്ടിടം സമയാസമയം അറ്റകുറ്റപ്പണി നടത്തിത്തരണമെന്നും സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ഓഫീസിന് മുകളിൽ പണിത കെട്ടിടം അടിയന്തരമായി തുറന്നു തരണമെന്നും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ ചെവികൊണ്ടില്ലെന്ന് KSEB അധികൃതർ പറയുന്നു.
എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിലായി 20,000-ലധികം ഉപഭോക്താക്കളുള്ള സെക്ഷനാണ് കയ്പമംഗലത്തേത്. സമീപത്തെ സെക്ഷനുകളെ അപേക്ഷിച്ച് ഇരട്ടിയോളം വരും ഇത്. പാലപ്പെട്ടി മുതൽ വഴിയമ്പലം വരെയാണ് പ്രവർത്തന പരിധി. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ, 3 സബ് എഞ്ചിനീയർ, ഒരു സീനിയർ സൂപ്രണ്ട്, 2 സീനിയർ അസിസ്റ്റന്റ്, 6 ഓവർസിയർമാർ, 12 ലൈൻമാൻമാർ, 6 വർക്കർമാർ, ഒരു സ്വീപ്പർ, 3 ക്യാഷ്യർമാർ, 5 മീറ്റർ റീഡേഴ്സ്, 12 കരാറുകാർ തുടങ്ങിയവർക്ക് തട്ടിത്തടഞ്ഞിട്ട് ഓഫീസിൽ നടക്കാൻ പോലും കഴിയുന്നില്ല. മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്ന ഓഫീസിൽ ഫയലുകൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഇതിനിടെ KCB ഓഫീസുകളിൽ ഇന്റർനെറ്റ് ഓൺലൈൻ സൌകര്യം ഏർപ്പെടുത്താൻ പോവുകയാണ്. എന്നാൽ ഈ ഓഫീസിൽ എങ്ങനെ ഈ സൌകര്യം ഏർപ്പെടുത്തുമെന്നാണ് അധികൃതരുടെ ചോദ്യം. വിഷയം ശ്രദ്ധയിൽപ്പെട്ട മേലധികാരികൾ അടിയന്തരമായി സൌകര്യപ്രദമായ ഇടത്തേക്ക് മാറാൻ സെഷൻ അധികൃതരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിനായി ചന്ദ്രാപിന്നിയിൽ കെട്ടിടം കണ്ടെത്തിയതായും സൂചനയുണ്ട്. എന്നാൽ KCB അധികൃതരുടെ പരാതി ലഭിച്ചിരുന്നു എന്നും നടപടി എടുത്തിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. നിലവിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ പണിത കെട്ടിടം വൈദ്യുതീകരിക്കാനും മറ്റും ഈ വർഷം ഫണ്ട് മാറ്റിവച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു പറഞ്ഞു. പഞ്ചായത്തിന്റെ മെല്ലെപ്പോക്ക് മൂലം സെക്ഷൻ ഓഫീസ് മാറുന്നു എന്നറിഞ്ഞതോടെ നാട്ടുകാർ സംഘടിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധമായി പഞ്ചായത്തിന് ഭീമഹർജി നൽകാനിരിക്കുകയാണ് നാട്ടുകാർ. TCV കയ്പമംഗലം. പാടൂർ വാണിവിലാസം UP സ്കൂളിലെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2-ന് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന സംഗമം വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA സത്യൻ ഉദ്ഘാടനം ചെയ്യും. 1500-ലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബെന്നി ആന്റണി, KM ജോർജ്, പ്രധാന അധ്യാപിക KB സുധർമ്മ, KK ഷെരീഫ്, MK അബ്ദുൽ ഹൈ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം എടത്തിരുത്തി പല്ലയിൽ വീടിന് മുൻവശത്ത് വെച്ചിരുന്ന ബൈക്ക് മോഷണം പോയതായി പരാതി. പണിക്കവീട്ടിൽ ബാബുവിന്റെ ബൈക്കാണ് ബുധനാഴ്ച രാത്രിയിൽ മോഷണം പോയത്. സമീപവാസിയായ രഞ്ജിത്തിന്റെ ബൈക്കും മോഷ്ടാക്കൾ കൊണ്ടുപോയെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കള്ളുചെത്ത് വ്യവസായം പോലെയുള്ള പരമ്പരാഗത തൊഴിൽ മേഖലയ്ക്കുണ്ടായ തകർച്ച പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് CITU ജില്ലാ പ്രസിഡന്റ് KF ഡേവിസ് ആവശ്യപ്പെട്ടു. CITU ചെത്ത് തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്ന PK ശങ്കരന്റെ 2ാം ചരമവാർഷിക ദിനവും അനുസ്മരണ യോഗവും അന്തിക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KK ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. PK ശങ്കരൻ, AV ശ്രീവത്സൻ, TI ചാക്കോ, MK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ ITI ഭൂമി കയ്യേറിയതായി പരാതി. ബന്ധപ്പെട്ട അധികാരികൾ ഇത് മൂടിവെക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപം. വരവൂർ സ്വദേശി VC മുരളിയാണ് മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം പരിപാടിയിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള സ്ഥലമാണ് ഇവിടെ അടുത്തുള്ള വീട്ടുകാർ കയ്യേറിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥലം അളന്ന് കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയതാണ്. ITI ഭൂമിയോട് ചേർന്ന 5 വീട്ടുകാരാണ് ഭൂമി കയ്യേറിയിരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ ഇത് വ്യക്തമാണെന്നും മുരളി ചൂണ്ടിക്കാട്ടി. റവന്യൂ, വില്ലേജ് ഉദ്യോഗസ്ഥർ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതോടെ 2 വീട്ടുകാർ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ ഭിന്നശേഷി ഉള്ളവർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷി ഉള്ളവരുടെ യാത്രാ സൌകര്യം സുഗമമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുച്ചക്ര വാഹനങ്ങൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി S. നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VK രഘുസ്വാമി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OS വാസുദേവൻ, ചെയർപേഴ്സൺ ജെസി വിൽസൺ, പഞ്ചായത്ത് അംഗം PK സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം നാട്ടിക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച തൃപ്രയാറിൽ മെറിറ്റ് ഡേ സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിക്കും. മോഹനൻ കണ്ണമ്പുള്ളി, ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, KV ജയരാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ തൃപ്രയാർ ജലോത്സവം ഓഗസ്റ്റ് 28-ന് തിരുവോണനാളിൽ കനോലി കനാലിൽ നടത്താൻ തീരുമാനിച്ചു. തൃപ്രയാറിൽ ചേർന്ന പ്രവർത്തക യോഗത്തിലാണ് ഈ തീരുമാനം. ഇരു കരകളുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ജലോത്സവം സംഘടിപ്പിക്കുക. KV പീതാംബരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അനിൽ ഏങ്ങൂർ അധ്യക്ഷനായിരുന്നു.
അവണിശ്ശേരി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വിൽസൺ പള്ളിപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി നന്ദകുമാർ അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തുന്നത്. പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ഗ്രാമസേവാ സമിതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന അന്നദാനപുരയുടെ ശിലാസ്ഥാപനം മുനിസിപ്പൽ ചെയർമാൻ വി.ഒ. പൈലപ്പൻ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സമിതി പ്രസിഡന്റ് ടി.എൻ. രാമൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി. പത്മനാഭൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം.ജി. ശിവദാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിമ്പൂർ ചാലാടി പഴങ്കോളിൽ അനധികൃതമായി തള്ളിയ മാലിന്യ കൂമ്പാരം എടുത്തുമാറ്റാൻ സബ് കളക്ടർ ഉത്തരവിട്ടു. നടപടി ടിസിവി വാർത്തയെ തുടർന്ന്. മാളയിലേക്കുള്ള ട്രഷറി മാറ്റം പൂർണ്ണമായില്ല. പെൻഷൻ വിതരണം അവതാളത്തിലേക്ക്. നന്ദിപുരം മാട്ടുമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. ക്വാറിയിൽ നിന്ന് വീടുകളിലേക്ക് കല്ലുകൾ പതിക്കുന്നത് പതിവായി. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തമാക്കുന്നതിന് വേണ്ടി എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകൾ തമ്മിൽ നിയമ പോരാട്ടം. എരുമപ്പെട്ടി പഞ്ചായത്തിന് സബ് രജിസ്ട്രാർ ഓഫീസ് നഷ്ടമാകുമെന്ന സൂചന. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.